പ്രൈസ് ദി ലോർഡ്. എൻ്റെ സുവിശേഷ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ മധ്യേ പ്രസംഗിച്ച ഒരു പ്രസംഗം ഇങ്ങനെ CD ആക്കുവാൻ ഇടയായതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് ദൈവജനത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ KV ജോർജ്. ഉപവാസ പ്രാർത്ഥന ഇരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഉപവാസ പ്രാർത്ഥന കൊണ്ട് വലിയ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭരണാധിപന്മാരെ പോലെയല്ല. ആദ്യ കാലങ്ങളിൽ നൂറ്റാണ്ടുകളിലെ ഭരണാധിപന്മാരൊക്കെ ജനങ്ങളെ കൊണ്ട് ലോക ഭരണാധിപന്മാരാണെങ്കിലും ഉപവസിപ്പിക്കുന്നവരായിരുന്നു. വെട്ടിക്കിളി ശല്യം വളരെ രൂക്ഷമായി വർദ്ധിച്ചു.
ഏപ്രിൽ മാസം 26-ാം തീയതി മിനസോട്ടയിലെ ഗവർണർ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. എല്ലാവരും ഉപവസിക്കണം. എന്തിനു വേണ്ടിയാ? ആനയാ നീ വെടിവെച്ചെങ്കിലും കൊല്ലാൻ, വെട്ടുക്കിളി അങ്ങനെ കൊല്ലാൻ നോക്കും. കൂട്ടമായിട്ട് വെടിയിരിക്കുകയാണ്. പ്രൈസർ ഗവർണറുടെ ആഹ്വാനപ്രകാരം ഏപ്രിൽ മാസം 26-ാം തീയതി ഒരു വലിയ ഉപവാസ പ്രാർത്ഥന പ്രൈസറോട് അത് പ്രഖ്യാപിച്ചു. ഉപവാസം കഴിഞ്ഞപ്പോൾ അതുവരെ മൂടൽമഞ്ഞായിരുന്നു. പ്രൈസറോ ശക്തമായ ചൂട് അനുഭവപ്പെട്ടു. ഉണ്ടായിരുന്ന വെട്ടുക്കിളിയുടെ മുട്ടയൂടെ വിരിഞ്ഞിങ്ങി ഇറങ്ങി. 4-5 ദിവസം ശക്തമായ ചൂട് ആയപ്പോഴത്തേക്കും വെട്ടുക്കിളി പെരുകി. എന്തിനാ ഉപസിച്ചത്? എന്തിനാ? വെട്ടുക്കിളി പോകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ 5-ാമത്തെ ദിവസം ചരിത്രം പറയുന്നത് ശക്തമായ സ്നോ, അത് മഞ്ഞ് പെയ്യുവാനിടയായി തീർന്നു. മുട്ടകൾ കൂടെ വിരിഞ്ഞു വന്ന സകല വെട്ടുക്കിളികളും 5-ാമത്തെ ദിവസം ചത്തൊടുങ്ങുവാനിടയായി. കാരണം സ്വർഗത്തിലെ ദൈവം ഏപ്രിൽ 26-ാം തീയതി ഉപവാസ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയ ദൈവമാണ്. ദൈവത്തിന്റെ പൈതല് മനുഷ്യർക്ക് അസാധ്യമായ വിഷയങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ള ദൈവം ജീവിക്കുന്നു. ഇന്ന് രാത്രി നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്റെ വിഷയം ദൈവത്തിനൊരു വലിയ വിഷയമല്ല. അത് ഏത് വിഷയമായിക്കൊള്ളട്ടെ, നീ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തിക്കൊണ്ട് നിന്നെ വിടുവിക്കുവാൻ, നിന്റെ കുടുംബത്തെ വിടുവിക്കുവാൻ, നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ നിനക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തിയുടെ മേൽ ജയം തന്നുകൊണ്ട് നിന്നെ വിടുവിപ്പാൻ കഴിവുള്ള ദൈവം ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ പൈതല്, നിന്നിൽ കൂടെ, നിന്റെ തലമുറയിൽ കൂടെ ഈ ഉപദേശം, ഈ ദൈവവചനം നിത്യ നിയമമായി ഉറപ്പിക്കുവാൻ ദേശത്ത് നിന്നേക്കാൾ ശ്രേഷ്ഠന്മാരായ വ്യക്തികൾ ഉണ്ടായിരിക്കെ, നിന്റെ കുടുംബത്തിൽ ശ്രേഷ്ഠന്മാരുണ്ടായിരിക്കെ, വിദ്യാസമ്പന്നരുണ്ടായിരിക്കെ, നിന്നെ ദൈവം വിളിച്ചത് നീ മുഖാന്തരമായി ഈ ദൈവിക നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കുവാനാണ്. പ്രൈസ് ദൈവത്തിന്റെ നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച് തന്റെ കുടുംബത്തോട് കൽപ്പിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, കുറ്റക്കാര് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ സാധിക്കും? നെഹമ്യാവിനെ പോലെ പറയാൻ സാധിക്കും, കർത്താവേ, യഹോവേ, ഞങ്ങൾ പാപം ചെയ്തു, ഞാനും എന്റെ പുത്രഭവനവും പാപം ചെയ്തു. പ്രൈസറോ, ഞങ്ങളോട് ക്ഷമിക്കണമേ, നീ മടങ്ങി വരണമേ, ഞാൻ എന്റെ കുടുംബത്തെ പണിയണമേ, എന്റെ തലമുറകളെ പണിയണമേ. ഉടകാജകന ദൈവത്തിന്റെ പൈതല്, നിന്റെ മുമ്പിൽ വെല്ലുവിളിയായി നിൽക്കുന്ന ഏത് രോഗശക്തിയാണെങ്കിലും അന്ധകാര ശക്തിയെ ചകറ്റിക്കൊണ്ട് സൗഖ്യം തരുവാൻ കഴിവുള്ളവൻ ജീവിക്കുന്നു. നിന്റെ മുമ്പിലുള്ള വാതിലുകൾ അടഞ്ഞെന്ന് നിനക്ക് തോന്നിയേക്കാം. അത് ദാവീദിന് താക്കോലുള്ളവൻ, ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം തുറക്കുന്നവൻ. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ പൈതല് അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറന്നുകൊണ്ട് ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ആശ്ചര്യമായി തീർന്ന് പറയത്തക്ക വിധത്തിൽ സ്വജനത്തിന്റെ മധ്യേ, ചാർച്ചക്കാരുടെ മധ്യേ, ദേശമധ്യേ, നിന്റെ ആയുഷ്കാലത്ത് നിന്റെ കണ്ണിന് മുമ്പ് അവന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കും? വിശ്വാസമുള്ള ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ളവൻ ദൈവത്തിന് പേരില് നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ പ്രവർത്തിപ്പാൻ കഴിവുള്ളവൻ നിന്റെ സമീപമുള്ളപ്പോൾ അഭിഷേകം പ്രാപിച്ച നീ ആരാധിക്കാതിരിക്കുന്നെങ്കിൽ, അഭിഷേകം പ്രാപിച്ച നിന്റെ മേൽ ശക്തി വ്യാപരിക്കാതിരിക്കുന്നെങ്കിൽ എന്റെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. അവൻ വിദൂരതയിലല്ല, അവന് സമീപസ്ഥനാണ്. ദൈവത്തിന്റെ പൈതല്, നിന്റെ ഭവനത്തെ അവൻ മറന്നതല്ല, നിന്നെ അവൻ മറന്നതല്ല, നിന്റെ പ്രശ്നം അവൻ അറിയാത്തതല്ല. അവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഗ്ലോറി. ഈ പെന്തക്കോസ്തുകാരായാലും പ്രാർത്ഥിക്കുന്നവരും ആത്മാവിൽ ആരാധിക്കുന്നവരുമായാലും ചില വിഷയങ്ങൾക്ക് ചിലപ്പോൾ മറുപടി അല്പം ഒന്ന് വൈകി എന്ന് വരും. അതെന്തിനാണെന്നറിയാമോ? ആ കുടുംബത്തിലൊരു ദൈവപ്രവൃത്തി നടക്കണം, അതിനു വേണ്ടിയിട്ടാണ്.
ഞാൻ ഒരു സ്ഥലത്തെ കർത്താവിൻ്റെ വേലോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഞാൻ 10ാമത്തെ സഭയിലെ ശുശ്രൂഷയിലായിരിക്കുന്നത്. ഒരു സ്ഥലത്ത് ചെന്ന് പാർത്തപ്പോൾ അതിനടുത്ത് ഒരു പെന്തക്കോസ് കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ അമ്മച്ചി നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയാണ്. അച്ഛനാണെങ്കിൽ ഭയങ്കര കള്ളുകൂടിയനുമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കള്ളുകൂടിയനാണെങ്കിലും എന്നോട് വലിയ സ്നേഹമാണ്. അതിൻ്റെ കാരണം എൻ്റെ പിതാവിനും മദ്യപാനം എന്ന ദുശ്ശീലം ഉണ്ടായിരുന്നു. മദ്യപാനിയായിരുന്ന എൻ്റെ പിതാവ് പ്രൈസ് ദി ലോർഡ് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സത്യസഭയുടെ അംഗമായി തീരാനിടയായി. ഞങ്ങൾ ഒരുമിച്ച് സ്നാനപ്പെട്ടു. 19 വർഷം മദ്യപാനം കൂടാതെ ജീവിച്ച് അദ്ദേഹം നിത്യതയിലേക്ക് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഈ വേദോസ്തവം പിടിച്ചിരിക്കുന്ന എൻ്റെ കൈകൾ കൊണ്ട് ക്രിസ്ത്യാനിയായ ഞാൻ മന്ത്രവാതിലെടുത്ത് പോയി കോഴി വെട്ടിച്ചിട്ടുണ്ട് എൻ്റെ അപ്പൻ്റെ വിടുതലിന് വേണ്ടി. മണർകാട് അറിയപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം നേർച്ച കാഴ്ചകൾ അർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വിടുതലുമില്ല. എന്നാൽ സർവശക്തനായ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം എൻ്റെ പിതാവിനെ വിടുവിച്ചപ്പോൾ ഞാൻ സുവിശേഷത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശേഷം മദ്യപാനികളെ കാണുമ്പോൾ ഞാൻ അടുത്ത് കൂടും. അന്നേരമൊക്കെ ചെന്ന് അടുത്തുകൂടി അച്ചായനൊക്കെ വിളിക്കും. അപ്പോൾ ഈ അച്ചായന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ രാത്രി ചില ദിവസം രാത്രി ഒരു 3 മണിയാകുമ്പോൾ അച്ചായൻ്റെ മൂത്ത മോക്ക് പ്രൈസ് ദി ലോർഡ് ഒരു ഭയങ്കര തലവേദന ഉണ്ടാകും. അപ്പോൾ അമ്മാമ്മ പറയും, എളുപ്പം ചെയ്ത് ഭാഷ പിടിച്ചോണ്ടോ. എത്ര മണിയായി? രാത്രി 3 മണിക്ക് അച്ചാനെ പറഞ്ഞു വിടും. അച്ചാൻ വന്നേ, ഞങ്ങളുടെ പാസിനവിടെ വന്നേ, ഞാൻ അടുത്ത വാടകയ്ക്ക് താമസിക്കാം, അവിടെ നിന്ന് കൂട്ടും. പാസ് പ്രൈസ് ദി ലോർഡ്. അന്നൊക്കെ ഞങ്ങൾ 3 മണിക്കെല്ലാം ഉറങ്ങാതെ രാത്രി മുഴുവൻ പോകേണ്ടി വന്നാലും ഇന്നും അത് തന്നെയാണ്, തയ്യാറായിട്ട് നിൽക്കുക. മനസ്സിലായല്ലോ? എന്താ വെച്ചാ അയ്യോ പ്രൈസ് ദി ലോർഡ്. ഡേസിക്ക് ഭയങ്കര തലവേദന. വീട്ടുകാരത്തി എന്നെ അവിടെ ഇരുത്തത്തില്ല, ഭാഷ വിളിച്ചോണ്ടോന്നും പറഞ്ഞ് ഞാനവിടെ കടന്നു ചെന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യം ഒരു ദിവസം ചെന്ന് പ്രാർത്ഥിച്ചു, ഒരല്പമായ കുറവ് ലഭിച്ചു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ചാൻ വന്നിരിക്കുന്നു. രാത്രി 3 മണിക്ക് അത് ഇളകുന്നു. പ്രൈസ് വന്നിരിക്കുന്നു, ഭാഷ വന്നാട്ടെ. 2ാമതും കടന്നു ചെന്നു, ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം എനിക്കൊരു നിർബന്ധമുണ്ട്, പാഷ എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചും വെച്ച് പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെങ്കിൽ പിന്നെ എന്തോ വിവരമെന്ന് അറിയണം. 2 വർഷം പ്രാർത്ഥിച്ചിട്ടും എന്തോ ഇല്ല, വിടുതലില്ല. അപ്പോൾ ഇനി എന്തോ വിഷയം എന്നറിയണ്ടേ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ദൈവസ്ഥാനിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നെ ഒരു വെളിപ്പാട് ഇങ്ങനെ കാണിച്ചു. എന്താ വെളിപ്പാടെന്നറിയാമോ? ഞാൻ ഈ അച്ചാനോട് ഇങ്ങനെ സുവിശേഷം പറയുന്നു. ഈ മദ്യപാനായ അച്ചാനോട് സുവിശേഷം പറയുന്നു. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് സുവിശേഷം പറയുന്നത്. വെളിപ്പാട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ചില ആളുകൾക്ക് ഈ വെളിപ്പാടിനൊന്നും വിശ്വാസമില്ല. അതാ കുഴപ്പം. എന്നാൽ പിന്നെ വചനത്തിന് ഇറക്കാത്തതും ചൊവ്വല്ലാത്ത വെളിപ്പാടിനെ കുറേ പോയാൽ അതും കുഴപ്പമാണ് കേട്ടോ. വെളിപ്പാട് എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ ചിന്തിക്കണം, ജീവിതമുണ്ടോന്ന്, പറയുന്ന ആളിന് ജീവിതമുണ്ടോന്ന് ഒന്ന് ശ്രദ്ധിച്ചോണം. ആ ജീവിക്കുന്ന ആൾ പറയുന്ന ശുശ്രൂഷ വെളിപ്പാട് സത്യമായിരിക്കും. ലലിയ വചനം പറയുന്നില്ല, പ്രവചനം എന്ത് ചെയ്യല്ലേ, തുച്ഛീകരിക്കരുത്. പിന്നെ സകല ശോധന ഇത് നല്ലത്. അപ്പോൾ ശോധന ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നല്ലത് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ചിലവ് തീയതും ഉണ്ട്. അപ്പം കേൾക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? ശോധനയാണ്. അപ്പം ഞാൻ പറഞ്ഞു, വെളിപ്പാടൊക്കെ ഇന്നത്തെ കാലത്ത് പ്രൈസ് ദി ലോർഡ് അതൊക്കെ അങ്ങ് പോയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ അച്ചായനോട് സുവിശേഷം പറയുന്നു. ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്നാണ് പറയുന്നത്, അച്ചായൻ പാർഷ എനിക്ക് തോന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ അച്ചായൻ മരത്തിൻ്റെ മുകളിലോട്ട് കയറുന്നു. മരത്തിൻ്റെ മുകളിലോട്ട് കയറിയപ്പോൾ ദർശനത്തിൽ വെളിപ്പാടിൽ കാണുകയാണ്, അന്തരീക്ഷം കറുത്ത കാർമേഘ പടലമായി ശക്തമായി ഇടിവെട്ടും മഴയും. അച്ചാൻ ഇറങ്ങി വന്നേ പറ്റൂ. അങ്ങനെ കണ്ടിരിക്കുമ്പോൾ 3ാം പ്രാവശ്യം വന്ന് വിളിച്ചു, പാർഷേ. വീട്ടുകാരത്തി പറഞ്ഞ് പാർഷ അങ്ങോട്ട് വരണം. ഞാൻ അങ്ങോട്ട് ചെന്ന് കൈവെക്കാനൊന്നും പോയില്ല. ചില വിഷയത്തിലൊക്കെ എനിക്കൊരു വാശിയുണ്ട്. 2 വട്ടം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ പോകാത്ത പിശാചാണെങ്കിൽ ഇതെന്തോ കെട്ടെന്നറിയണം. വേണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു അപ്പുറത്തെ മുറിയിൽ അങ്ങോട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദൈവശക്തി ഇങ്ങോട്ട് വന്നിട്ട് എടുത്തെറിയുന്ന പോലെ കൊണ്ടുപോയി ഈ സഹോദരയുടെ തലയിൽ കൈവച്ചു. കൈവച്ചതുമല്ല, പിശാചളകി. ഞാൻ ചോദിച്ചു, ഈ
ദൈവത്തിന്റെ പൈതൽ, ഇവളൊരു ദൈവത്തിന്റെ പൈതലാണ്, ഇവളുടെ മേൽ നിനക്ക് കയറുവാൻ എന്താണ് അവകാശം? നീ എവിടെ നിന്ന് വന്നു? അപ്പോൾ സഹോദരി ഇവരുടെ ആത്മാവ് ഒരു വീട്ടുപേര് പറഞ്ഞു, ഇന്ന വീട്ടിൽ നിന്ന് ഞാൻ വന്നിരിക്കുകയാണ്. ഈ അച്ചാന്റെ പരമശത്രുവാണ് ആ വീട്, ആ വീട്ടുപേര്. അച്ഛൻ പെട്ടെന്ന് ചാടി ഇങ്ങോട്ട് വന്നിട്ട് ബൈബിൾ എടുത്ത് മകളുടെ കയ്യിലോട്ട് അങ്ങോട്ട് പിടിപ്പിച്ചു. ഞാൻ പറഞ്ഞു, അച്ചായ, വേദോസ്തവം പിടിപ്പിച്ചാ പോകുന്ന പിശാചല്ലിത്. അച്ഛൻ രക്ഷിക്കപ്പെടണം, മദ്യപാനം വിടണം, അച്ഛൻ ദൈവത്തിലാകണം. പ്രൈസ് ലോർഡ്. ഇത് ഇന്നുകൊണ്ട് ഈ വീടിനോട് യാത്ര പറയും. അന്ന് രാത്രി ആ ദൈവദാസൻ രക്ഷിക്കപ്പെട്ടു, അദ്ദേഹം സ്നാനപ്പെട്ടു, മദ്യപാനം വിട്ടു, ഒരു ദൈവത്തിന്റെ പൈതലായി തീർന്നു. അതിനുശേഷം 1.5 വർഷത്തോളം ഞാൻ ആ ദേശത്ത് പാർത്തെങ്കിലും ഒരൊറ്റ ദിവസം പോലും പിന്നീട് പൈശാചിക ബന്ധനം ഉണ്ടായില്ല. ദൈവത്തിന്റെ പൈതലേ, പ്രൈസ് ലോർഡ്, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവം നമ്മുടെ ഭവനത്തെ പണിയണമെങ്കിൽ ഞാൻ നിങ്ങൾ രൂപാന്തരപ്പെടേണ്ട സ്ഥാനത്ത് രൂപാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ചാൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ജീവിക്കുന്നു. ഇന്ന് രാത്രി എത്രവർക്ക് വിശ്വാസമുണ്ട്? പ്രൈസ് ലോർഡ്. ഞാൻ ഇങ്ങനെ അങ്ങ് താണു പോകത്തെ ഓളെന്നാണോ ചിന്ത? അങ്ങനെയുള്ളൂ. പ്രൈസ് ലോർഡ്. ലഭിക്കുക ഇറങ്ങിത്തിരിച്ച ഇസ്രായേല് ബഹുഭൂരിപക്ഷവും പറഞ്ഞത്, ഞങ്ങൾ മരുഭൂമി ഞങ്ങളുടെ ശവപ്പറമ്പായിത്തീരും. പറഞ്ഞ് അവരുടെ ശവങ്ങൾ അവിശ്വാസികളുടെ കൂട്ടത്തെ കെബ്രോ അത്താവ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുഴിച്ചിട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ കാനാനിൽ പ്രവേശിച്ചില്ല. എന്നാൽ യോശുവയും കാലേബും ഒരിക്കൽ പോലും അത് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞില്ല. അവര് പറഞ്ഞു, ഞങ്ങൾ അക്കരയെത്തും, ദൈവം ഞങ്ങളെ അവിടെ എത്തിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല്, അത്ഭുതങ്ങളുടെ ദൈവത്തിന്, അടയാളങ്ങളുടെ ദൈവത്തിന് അതിശയങ്ങളെ പ്രവർത്തിപ്പാൻ കഴിയും. അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് നീ പുറകോട്ട് പോകാതെ, നിനക്ക് താഴ്ച ഭവിക്കുകയില്ല, ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് എഴുതിയിരിക്കുന്ന വചനം സ്വർഗത്തിൽ ഇന്നേക്ക് സ്ഥിരമാക്കപ്പെട്ട വചനമാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികളുമായി നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഡോക്ടർമാർക്ക് അതിന് പരിഹാരം തരാൻ കഴിയത്തില്ല. നിന്റെ മാനുഷ്യ ബുദ്ധി കൊണ്ട് അതിനെ കൈകാര്യം ചെയ്താൽ പ്രശ്നത്തിന് പരിഹാരം വരത്തില്ല. എന്നാൽ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോവാ. ഈ രാത്രി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന് അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താൻ കഴിയും. പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണോടെ. തീരുമാനമെടുത്തവർക്കായ സ്തോത്രം. പുതുക്കപ്പെട്ട ശക്തിയാ നിറച്ചവർക്കായ സ്തോത്രം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, ദൈവത്തോട് കേൾക്കുമാറാകണമേ.